ഹായ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂർ സ്റ്റേഡിയം നമ്മളെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ നമ്മളെ സ്റ്റേഡിയം ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പല മഹാന്മാരും ഇവിടെ കളിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിയോഗോ മറഡോണ വേൾഡ് ഫുട്ബോൾ കണ്ട ഇതിഹാസം വരെ ഈ ഒരു സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും കാണുമോ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാമല്ലോ. വാ, ഇതാണ് നമ്മുടെ ജവഹർലാൽ സ്റ്റേഡിയം. ഇത് നമ്മുടെ മറഡോണ ഇവിടെ വന്നിട്ടില്ല, അതിന്റെ സ്മാരകമായിട്ട് ഇവിടെ നിർമ്മിച്ച മറഡോണന്റെ ഒരു ശില്പമാണ് ഇവിടെ കാണാൻ പറ്റും. ഡിയോഗോ അർമാന്തോ മറഡോണ, വേൾഡ് ലെജൻഡറി ഫുട്ബോൾ. ഡിയോഗോ മറഡോണ dribbled his way into the hearts of football lovers with his mesmerizing football skills at the 1986 World Cup in Mexico. 26 years later, he came to Kannur on October 24, 2012, 6 days before his 52nd birthday. Kannur Municipal Stadium is the first ever football stadium ever Indian football ground which witnessed the legendary footballer boot the ball in 2012. ഇത് ആക്കിയത് 31/12/2023 ആണ്. ഇനോഗ്രേറ്റഡ് ബൈ ആ സമയത്തുള്ള മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനാണ്. പ്രസന്റഡ് ബൈ ബീന ടീച്ചർ ഇൻ പ്രസൻസ് ഓഫ് സുരേഷ് ബാബു എളയാവൂർ, ചെയർമാൻ. ഉണ്ടാക്കിയത് മനോജ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. നന്നായിട്ടുണ്ട് ഈ ഒരു മറഡോണയുടെ ഒരു പ്രതിമ ഇവിടെ. ഞാൻ ഈ ഒരു 2012 ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഈ മറഡോണ ഞാനും നേരിട്ട് കാണാനുള്ള എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. ലോക ഫുട്ബോൾ കണ്ട ഏറ്റവും നല്ലൊരു കളിക്കാരനാണ് ഡിയോഗോ മറഡോണ. കണ്ടോ, നമുക്ക് ഈ സ്റ്റേഡിയത്തിന്റെ ബാക്കി കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. നമ്മളെല്ലാം ഇവിടെയുള്ള യങ്സ്റ്റേഴ്സും ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്. എല്ലാവരും നമ്മുടെ ചാമ്പ്യൻസ് ലീഗ്, അതേപോലെ വേൾഡ് കപ്പ് ആണെങ്കിൽ തന്നെ അർജന്റീന, ബ്രസീൽ, അങ്ങനെ കുറേ ടീമിനെ നമ്മൾ എന്താ പറയണ്ടേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂത്താണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഈ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് 30,000 ആൾക്കാർക്ക് ഇരുന്ന് കളി കാണാനുള്ള കപ്പാസിറ്റിയാണ് ഈ ഒരു ജവഹർ സ്റ്റേഡിയത്തിലുള്ളത്. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഫുട്ബോൾ പിച്ചാണ്. ഇപ്പോൾ ഇവിടെ നല്ല കുറേ മാച്ചസ് നടന്നായിരുന്നു. ഞാനിവിടെ വന്നിട്ട് 2-3 കളി വൈകുന്നേരം കണ്ടായിരുന്നു. അപ്പം ആകെയുള്ള നമ്മളെ മഴയൊക്കെ പെയ്താൽ നമുക്ക് ഇരുന്ന് മഴ കൊള്ളാതെ കളി കാണേണ്ട ഒരു ഗാലറി പോലെ സംഭവം ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ഒരു സെറ്റപ്പാണ്. അപ്പം ഇതൊരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫുട്ബോളിന് പ്രശസ്തമായ ഒരു സ്ഥലമാണ്. അപ്പം ഭാവിയിൽ ഈ ഒരു സ്റ്റേഡിയം ഒരു 1 lakh കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയം ആയിട്ട് മാറുന്നു വിചാരിക്കുന്നു. നമ്മളെ റിയൽ മാഡ്രിഡ് സ്റ്റേഡിയം അതേപോലത്തെ ഒരു സ്റ്റേഡിയം ഇവിടെ വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെ രാഷ്ട്രീയക്കാരും അവരൊക്കെ ഇടപെട്ടിട്ട് ഇവിടെ നല്ലൊരു അടിപൊളി സ്റ്റേഡിയം ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഫുട്ബോൾ പിച്ചിൽ നമുക്കൊന്ന് കയറാം. ഇവിടെയുള്ള ഈ പച്ച പുല്ല് എന്ന് പറയുന്നത് ഒറിജിനൽ ഗ്രാസ് ആണ്. ഇപ്പോൾ അടുത്ത് ഇവിടെ ലീഗ് നടന്നിട്ടുണ്ട്. നല്ല ഒറിജിനൽ പുല്ലാണ്. അപ്പം അധികം പരിക്കൊന്നും ആവില്ല ഇവിടെ ഇപ്പോൾ കളിക്കുമ്പോൾ. നമുക്കൊന്ന് ജസ്റ്റ് തൊട്ടേരിമേൽ വെച്ചിട്ട് നമുക്ക് ഈ ഗ്രൗണ്ടിലൊന്ന് കയറാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ഒരു പിച്ച് ഇവർ ഇവിടെ ആക്കിയിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം. ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഒക്കെ മാച്ച് വരുന്നത് ഫുള്ള് നോർത്ത് ഇന്ത്യയിലാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലൊന്നും ഒരു മാച്ച് പോലും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേഡിയം ഒക്കെ നവീകരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1 lakh കപ്പാസിറ്റി ഇനി എന്തായാലും ആക്കുന്നുണ്ടെങ്കിൽ നല്ല വേൾഡ് ക്ലാസ് ആ രീതിയിൽ ആക്കണം. അപ്പോൾ ആ രീതിയിൽ ആക്കിയിട്ട് ഇവിടെ ഒക്കെ ഒരു മാച്ച് ഇന്ത്യയുടെ മാച്ച് നടക്കുകയെന്ന് വെച്ചാൽ അത്രക്കും കപ്പാസിറ്റി ഉണ്ടാവും, അത്രക്കും ആൾക്കാർ വരികയും ചെയ്യും, വ്യൂഷിപ്പ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ ഒരു ഇന്ത്യൻ ടീമിന് ഇവിടുന്നൊക്കെ കളിച്ചു കയറി ഒരു ഇന്റർനാഷണൽ ലെവലിൽ നല്ലൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സപ്പോർട്ട് ഇവിടെ കിട്ടും. ഇവിടെ ഓരോ കളിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലൊരു സ്റ്റേഡിയമാണ്. അപ്പം ഈ ഒരു സ്റ്റേഡിയം ഒന്ന് നവീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കപ്പാസിറ്റി ഒക്കെ ആക്കി, അതേപോലെ നമ്മളെ കണ്ണൂര് ഉള്ളൊരു പണ്ടേ ഉള്ളൊരു സ്റ്റേഡിയം അല്ലേ, ഒരു പ്രൗഢിയോടുള്ള സ്റ്റേഡിയം അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു സ്റ്റേഡിയത്തിന്റെ എന്തായാലും റെനോവേഷൻ വേണം. റെനോവേഷൻ ചെയ്ത് നല്ലൊരു രീതിയിലേക്ക് ആവുമെന്ന് വിചാരിക്കുന്നു. അതിന് നമ്മൾ രാഷ്ട്രീയം ഒന്നും നോക്കാതെ നമ്മളിപ്പം നമ്മളെ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് എല്ലാം നമ്മളെ ഹൈവേക്ക് വേണ്ടിയിട്ട് കൈകോർത്തിട്ടില്ല. അതേപോലെ ഒരു കൈകോർത്തിട്ട് ഈ ഒരു സ്റ്റേഡിയം വേൾഡ് ക്ലാസ് ലെവലിൽ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സ്പെയിനിലും നമ്മുടെ UK-ലൊക്കെ ഉള്ള രീതിയിലുള്ള സ്റ്റേഡിയം ഇവിടെ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ കളി ഒന്ന് കൊച്ചിയിൽ വെക്കുക, ഒന്ന് കണ്ണൂർ വെക്കുക, ഒന്ന് ഈ സ്റ്റേഡിയത്തിൽ വെക്കുക. അപ്പൊ ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകർക്കൊക്കെ കൊച്ചിയിൽ പോകാതെ തന്നെ നമുക്ക് കളി കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാട്ടെ, ഈ പച്ചപ്പ് കാണാൻ എന്തൊരു ഭംഗിയാണ്. പിന്നെ അങ്ങ് കാണുന്ന കുറെ ലോറിയല്ലോ, അതിൽ നമ്മൾ ഈ കോർപ്പറേഷന്റെ ലോറികളാണ്. അവരെ കുറച്ച് വണ്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫുട്ബോൾ ഗോളി പോസ്റ്റാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടില് നമുക്ക് അധികം സെവൻസ് ആണ് എല്ലാവരും കളിക്കുന്നത്. സെവൻസ് കളിക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഇത് 11ന്റെ പോസ്റ്റാണ്. അപ്പൊ എല്ലാ മക്കളുടെ അടുത്തും ഇനി വളർന്നു വരുന്ന ഫുട്ബോളേഴ്സിന്റെ അടുത്തും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്തായാലും ഇതേപോലത്തെ 11ന്റെ പോസ്റ്റ് തന്നെ കളിച്ചു പഠിക്കണം. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബാക്കിയുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, അതേപോലെ സ്പാനിഷ് ലീഗ് ആയിക്കോട്ടെ, അവരെല്ലാം വരുന്നത് ഇതേപോലത്തെ 11th പോസ്റ്റ് കളിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ടാലന്റ് ഈ 7th പോസ്റ്റിൽ ഇതേപോലത്തെ 11th മാത്രം കളിക്കുക. 7th പോസ്റ്റ് കളിച്ച് ഇതാക്കരുത്, നശിപ്പിക്കരുത്. സ്റ്റാമിനയും കാര്യമെല്ലാം എപ്പോഴും 11ന്റെ പോസ്റ്റ് തന്നെ കളിക്കുക. നമ്മുടെ ഗവൺമെന്റ് അതിന് വേണ്ടി ഇതേപോലത്തെ കുറെ
ലെവൻസിന്റെ നല്ല നല്ല സ്റ്റേഡിയംസ് നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലാക്കണം. അന്നേരം ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും നല്ല നല്ല കുട്ടികൾ വളർന്നു വരും. കണ്ട ഈ ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ മൈനുകൾ, പക്ഷികൾ എത്രയാണെന്നറിയാം, ഒരു എന്താ പറയുക ഇഷ്ടം പോലെ മൈനുകളുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പഴയ സ്റ്റാൻഡിന്റെ ആ ഒരു ജംഗ്ഷനാണ്. നമ്മുടെ സ്റ്റേഡിയത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സീനറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മ എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞ് കണ്ടത് നമ്മളെ പ്രശസ്തനായ ലോക ഇതിഹാസമായ ഡിയാഗോ മറഡോണ. നിങ്ങൾ ആലോചിക്കട്ടെ, ആകെ 2 സ്റ്റേഡിയത്തിലെ പുള്ളി വന്നിട്ടുള്ളൂ ഇന്ത്യയിൽ. അതിലൊന്ന് നമ്മുടെ കണ്ണൂരാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കട്ടെ, ഈ ഒരു സ്റ്റേഡിയം അത്ര മഹത്തായ ഒരു സ്റ്റേഡിയമാണ് ശരിക്കും ഹിസ്റ്ററി തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ആ ഒരു സമയത്ത് ഭയങ്കര ജനങ്ങളായിരുന്നു. അദ്ദേഹം വന്നത് ഒരു 11-12 മണിയായിരുന്നു. ഒരു ഹെലികോപ്റ്ററിലാണ് ഇറങ്ങി വന്നത്. ആ സമയത്ത് ഇന്ത്യയിലുള്ള പല ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേഡിയത്തിന്റെ റോട്ടിലൊക്കെ മറഡോണയുടെ ജേഴ്സി ഇട്ടിട്ടും അതേപോലെ മറഡോണയുടെ അർജന്റീനയുടെ ഫ്ലാഗ് ഇവിടെ മുഖത്ത് വരച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള ഭ്രാന്തമായിട്ട് മറഡോണനെ ആരാധിക്കുന്ന കുറെ ആരാധകരെ കണ്ടത് ഇപ്പം എത്ര വർഷമായി? 2012 വന്നത്. അപ്പം 12 വർഷത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു കാര്യം എന്റെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 52ാമത്തെ ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പാണ് ഈ ഒരു സ്റ്റേഡിയത്തിൽ വന്നത്. അപ്പോൾ ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്തായിരുന്നു. ആ ഒരു കേക്കിന്റെ പീസ് എനിക്കും കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓർമ്മകളാണ് ഇവിടെ എനിക്ക് വരുമ്പോൾ ഉള്ളത്. ആ ഒരു ടൈം ഈ ഒരു സ്റ്റേഡിയം ഇളകി മാറുകയായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ. അദ്ദേഹവും അതേപോലെ IM വിജയൻ ഇല്ലേ, നമ്മളെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രശസ്തനായ ഒരു ഫുട്ബോളർ, അദ്ദേഹവും ഒരുമിച്ച് പന്ത് തട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്റ്റേഡിയമാണ്. അധികാരികൾ അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ഒരു സ്റ്റേഡിയം ലോക നിലവാരത്തിൽ എത്തിക്കണം. എന്നിട്ട് നമ്മളെ കുട്ടികൾക്ക് ഇവിടെ ശരിക്കും പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു ഫുട്ബോളിന്റെ ഒരു സ്കൂൾ തുടങ്ങണം. അവർക്ക് ചെറുപ്പത്തിനെ താമസിച്ച് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ആക്കണം. അപ്പോൾ അതേപോലെ സ്പെയിനിലും അതേപോലെ UK ചെയ്യുന്ന പോലെ ആ രീതിയിൽ വരണം. നമുക്ക് 130 ബില്യൺ ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു 12 ആള് നമുക്ക് സെറ്റാക്കി എടുക്കണം. നമ്മൾ വേൾഡ് കപ്പ് കളിക്കണം, നമ്മളെ രാജ്യത്തെ പ്രൗഡാക്കണം. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ലെവൻസിന്റെ നല്ല നല്ല സ്റ്റേഡിയംസ് എന്തായാലും വേണം. നമ്മുടെ കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട് സ്റ്റേഡിയംസ്. അതെല്ലാം നവീകരിച്ച് നല്ല ഉഷാറാക്കി എടുക്കുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേഡിയത്തിന്റെ ചെറിയ സ്ഥലത്തുനിന്ന് ക്രിക്കറ്റ് നെറ്റ്സ് ഉണ്ട്, അവരോടുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെന്താ ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ്സ് ഉണ്ട്. ഞാൻ സ്റ്റാൻഡ്സിലുള്ള ഒരു വ്യൂ ഒക്കെ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഓടുന്നൊക്കെ ഉണ്ട് സ്റ്റേഡിയത്തിന് സൈഡിലൂടെ. കണ്ടോ, പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും നമ്മളെ ആമ്പിള്ളേർ മുക്കാഭാഗവും സ്പോർട്സിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് ബ്ലഡ് കയറുന്ന ആൾക്കാരല്ലേ. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഹാപ്പിയാണ്. ഇതാണ് ഒരു സ്റ്റാൻഡ്സ്. ഇത് നമ്മളെ പോലീസ് ക്വാർട്ടേഴ്സ് ഇല്ലേ, ആ ഒരു സൈഡിലുള്ള സ്റ്റാൻഡ്സ് ആണ്. നമുക്ക് ഇതിന്റെ മുകളിലും ജസ്റ്റ് ഒന്ന് കയറാം. ഇതെന്ന് വെച്ചാൽ നമ്മളെ പാർക്കിംഗ് ഇല്ലേ, ഇത് നമ്മളെ കണ്ണൂരിലെ നമ്മുടെ കേരളത്തിലുള്ള മെയിൻ പ്രശ്നം വെച്ചാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയല്ലേ. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു ഷെൽട്ടറാണ്. അത് ഓപ്പൺ ആയില്ല, കുറേ പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയില്ല. അപ്പോൾ ഈ സ്റ്റാൻഡ്സിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണത്, ഈ ഒരു സൈഡിൽ നിന്ന്. ഇവിടെ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് നമ്മുടെ സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, എന്നാലും ചെറുങ്ങനെ നമുക്ക് സൺസെറ്റ് അവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ നടക്കാം. ഞാൻ ജസ്റ്റ് ചുറ്റും കാണിച്ചതാ. ഇവിടെ ഒരു വലിയൊരു തേക്കിന്റെ മരമുണ്ട്. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ ഈ ഒരു വലിയ ഒരു മരം എന്ന് പറയുന്നത് ഈ ഒരു മരമേ ഉള്ളൂ. ശരിക്കും നമ്മുടെ സ്റ്റേഡിയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാ. നല്ല നല്ല മാച്ചസ് എല്ലാം ഇവിടെ വരുന്ന പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ. അതേപോലെ ഇവിടെ കുറെ കണ്ണൂർ തന്നെ ഈ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ വർഷം പഴക്കമുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ട്. അവരൊക്കെ എനിക്കൊന്ന് അപ്പുറം ഇവിടെ സ്റ്റേഡിയത്തിലെല്ലാം തോന്നുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേഡിയത്തിന് ശരിക്കും ആ കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പം ഇനിയും മാച്ച് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ശരിക്കും ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. എന്തുകൊണ്ട് വെച്ചാൽ കുട്ടികൾക്ക് ഇതേപോലെ തന്നെ നല്ല പുല്ലിൽ കളിക്കാനുള്ള ഒരു അവസരമല്ലേ ഇത്. ആ ഒരു ചാമ്പ്യൻഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് ചെയ്ത ടർഫാന്ന് തോന്നുന്നു. നല്ല എന്താ പറയണ്ടേ, ഒരു ഇതേപോലത്തെ കുറെ ടർഫുകൾ നമ്മുടെ നാട്ടിൽ വരട്ടെ. 2 വാഷ് ബേസിനുണ്ട് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. ഇതൊന്നും വർക്ക് ചെയ്യുന്നേ ഇല്ല. ഇത് ഇവിടെ പൈപ്പ് പോലും ഇല്ല. ഇതൊക്കെ ശരിയാക്കുന്നു വിചാരിക്കുന്നു കോർപ്പറേഷൻ. ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡ്സ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മുകളിൽ കയറി ഇരുന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഫുട്ബോൾ പിച്ചിന്റെ വ്യൂവും കാര്യമൊക്കെ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പം ഞാൻ നമ്മുടെ സ്റ്റാൻഡ്സിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ്. നമ്മുടെ മറഡോണയുടെ ഒരു സ്റ്റാച്യു കാണാം. പിന്നെ കളി നല്ല രീതിയിൽ നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു പ്ലേസ്. നല്ല നല്ല മാച്ച് വരട്ടെ, നമുക്ക് എന്തായാലും വന്ന് കാണണം. ഈ സ്റ്റാൻഡ്സിൽ നിന്ന് നമുക്ക് അടുത്ത ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ആ ഒരു അപ്പുറ സൈഡിലേക്ക് നടന്നു നോക്കാമല്ലോ എന്തൊക്കെയാണ്. ഇത് വേണ്ട, ഇതാണ് ഡിയാഗോയുടെ മറഡോണയുടെ സ്റ്റാച്യു ആണ്. നമ്മൾ നേരെ മുകളിലാണ് ഉള്ളത്. നമുക്ക് ഇതുവഴി പോയിട്ട് ഈ സൈഡിലെ വ്യൂ ഒന്ന് നോക്കാമല്ലോ. സ്റ്റേഡിയത്തിലേക്ക് വരുന്ന വേ ഇല്ല, മെയിൻ എൻട്രൻസിന്റെ അടിക്കാൻ നമ്മളിപ്പോൾ ഉള്ളത്. പഴയ സ്റ്റാൻഡിന്റെ ആ ഒരു BSNL ഓഫീസെല്ലാം ഇല്ലേ, ആ ഒരു സ്ഥലത്താണ്. അപ്പൂസ് ഐസ്ക്രീം പാർലർ അതൊക്കെയുള്ള. ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് ഇതിലൂടെ നമുക്ക് ഇറങ്ങി താഴെ പോവുകയും ചെയ്യാം.
കണ്ടോ, ഈ വഴി ഇറങ്ങി താഴെ പോവാ, അതുപോലെ ആ സൈഡിലും കൂടി ഇറങ്ങി താഴെ പോവാ, ഈ വഴിയും താഴെ പോവാ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് അടിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇതുവഴി നമുക്ക് വാഹനങ്ങളൊക്കെ സ്റ്റേഡിയത്തിലേക്ക് കടക്കാൻ ഇതുവഴി വരാം. അതിനുള്ളൊരു ഗേറ്റും കാര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് കണ്ട, ഈ വാഹനങ്ങളൊക്കെ കോർപ്പറേഷൻ്റെ വാഹനങ്ങളാണ്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഏരിയ ആണ്. ആ ഒരു റൗണ്ട് അബൌട്ടില്ല, അവിടെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് കാണാം. ഇവിടെ ഈ മരത്തിനെല്ലാം ഇഷ്ടം പോലെ ഇത് കണ്ട കൊച്ചയുണ്ട്. കുറേ പക്ഷികൾ ഇവിടെ ഈ മരത്തിൽ താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയാം. ഞാൻ സൂം ചെയ്ത് തരാം. കണ്ടോ, അത്രയും ആ പക്ഷികൾ നോക്കി നിങ്ങൾ. നമ്മൾ ആ ഒരു പഴയ സ്റ്റാൻഡിൻ്റെ റൗണ്ട് അബൌട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാധവി മെഡിക്കൽസും അതൊക്കെയുള്ള ആ സ്റ്റേഡിയത്തിൻ്റെ ആ റൗണ്ട് അബൌട്ടില്ലേ, അത് ഇതെല്ലാം നമ്മുടെ കോർപ്പറേഷൻ്റെ നഗരം വൃത്തിയാക്കുന്ന ലോറികളല്ലേ അതും, പിന്നെ അതുപോലെ ഷാവൽസും അതൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, കുറേ കാക്കകളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ സ്റ്റേഡിയത്തിലുള്ള ബസ് സ്റ്റേഷനാണ്. അത് അങ്ങ് കാണുന്നത് കോടതിയാണ്. ഞാനിപ്പോൾ ഈ സൈഡിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നത് നമ്മളെ സ്റ്റേഡിയത്തിലുള്ള ടാക്സി സ്റ്റാൻഡാണ്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ പോവാം. ഇനി നടന്നിപ്പോ ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ കുറേ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയൊക്കെ കാണുന്നുണ്ട്. ഇതൊരു വലിയൊരു ആൽമരം ഉണ്ട് ഇവിടെ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ജവഹർ സ്റ്റേഡിയം. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് കുട്ടികളെ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ണൂർ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് അണ്ടർ-15 കളിക്കുന്ന പുലിക്കുട്ടികൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ സോ ഹാപ്പി. ഇതിനകത്ത് കുറേ ലിയണൽ മെസ്സിയും ക്രിസ്ത്യാനോയോടൊക്കെ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെനാൽറ്റി അടിക്കാൻ പോകുന്നുണ്ട്. ഓ, ഡാൻറ്റിൻ സ്റ്റൈൽ കൂളായിട്ട് എടുത്ത കേട്ടോ ആ കുട്ടി. ഒരു 10ാം നമ്പർ ഒരു പയ്യൻ എടുക്കുന്നുണ്ട്. ഓ, അതും കൂളായിട്ട് റിലാക്സ് ആയിട്ട് എടുത്തു. ഓ, സേവ് ചെയ്തു, കറക്റ്റായിട്ട് ജമ്പ് ചെയ്തു. അപ്പം ഗോൾ അടിച്ചില്ലെങ്കിൽ ഇതേ കുട്ടി ചെയ്യുന്നുണ്ടോ, അതേപോലെ ചെയ്യണം. കണ്ടോ, 3 പ്രാവശ്യം. എന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് 2-3 കുട്ടികൾ നമ്മുടെ നാഷണൽ ടീമിന് വേണ്ടി കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. ഇവരെ ഇവിടുത്തെ പ്രാക്ടീസ് സെക്ഷൻ കാണുമ്പോൾ അങ്ങനെ നടക്കുമായിരിക്കും. നാഷണൽ ജേഴ്സിയിൽ 2-3 കുട്ടികളെങ്കിലും കയറി വരട്ടെ. നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞ നാടിനെ പ്രൗഡാക്കാൻ വേണ്ടി. ഏതൊരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും അവരെ എയിം എന്ന് വെച്ചാൽ എയിം വെക്കേണ്ടത് നമ്മുടെ നാഷണൽ ജേഴ്സി കളിക്കാൻ വേണ്ടിയിട്ടാണ്. നാഷണൽ ജേഴ്സി അതാണ് ഏറ്റവും അവരെ കരിയറിൽ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന, ഞാൻ നല്ലോണം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫുട്ബോളിനെ വികസനത്തും കാര്യമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എല്ലാം നമ്മുടെ വീഡിയോ ഒക്കെ വളരുന്നു വിചാരിക്കുന്നു. കുറേ ഫുട്ബോൾ ലെജൻസ് ഈ സ്റ്റേഡിയത്തിൽ ഉണ്ട്. കുറേ ക്രിസ്ത്യാനോ റൊണാൾഡോ, കുറേ ലിയണൽ മെസ്സി, കുറേ മാറഡോണ, അങ്ങനത്തെ കളിക്കാർ ഈ ഒരു നമ്മുടെ സ്വന്തം കണ്ണൂരിൽ നിന്നുണ്ടായിട്ട് ഈ സ്റ്റേഡിയത്തിൽ കളിക്കട്ടെ. അപ്പം അതൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഇത്. നല്ല നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നു വിചാരിക്കുന്നു. ഈ ഒരു ചെറിയ വീഡിയോ, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അതനുസരിച്ച് മാറ്റം വരുത്തുക. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.